ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. അതിപ്പോൾ 10ാം ക്ലാസ്സിലായാലും പ്ലസ് ടുവിലായാലും കോളേജ് ലെവലായാലും നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സാം ആവാറായി. ഇപ്പോൾ 10ാം ക്ലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് മോഡൽ എക്സാം വരാറായി. അതുപോലെ തന്നെ പ്ലസ് ടു ലെവലിലുള്ളവർക്ക് മോഡൽ എക്സാം, പ്ലസ് 1 ഉള്ളവർക്ക് മോഡൽ എക്സാം. എല്ലാവർക്കും എക്സാമുള്ള എല്ലാവർക്കും മോഡൽ എക്സാം ആവാറായി. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി കുറച്ച് ദിവസമേ പഠിക്കുവാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, ചേട്ടാ ഇനി എനിക്ക് 17ാം തീയതി മോഡൽ എക്സാമാണ്, പെട്ടെന്ന് സബ്ജക്റ്റ് പഠിച്ച് തീർക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് 2-3 കമൻറ്റുകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എക്സാം ടൈം ആയതുകൊണ്ട് വെനസ്ഡേ ഞാനൊരു ലൈവ് വരികയാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണോ നിങ്ങൾക്ക് ലൈവിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരും. എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള പോയിന്റ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഞാൻ വെറും 500 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രൂപേണ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗെയ്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സാം ആവാറായി. അതിപ്പോൾ മോഡൽ എക്സാം ആയാലും അതുപോലെ തന്നെ ഫൈനൽ എക്സാം ആയാലും എനിക്ക് തോന്നുന്നു ഒരു 1.5 മന്തിനുള്ളിൽ എക്സാമുകളെല്ലാം കഴിയും. അപ്പോൾ നമുക്ക് ഈ എക്സാമിന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. എങ്ങനെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം, അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫുൾ A+ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നിങ്ങളെല്ലാവരും ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ 2 വീഡിയോയും നമ്മൾ ഈ സ്റ്റഡീനെ കുറിച്ചാണ് പറയുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. നമുക്ക് പഠിക്കുവാനായിട്ട് ഒരു താല്പര്യം വേണം. അല്ലാതെ പഠിക്കുവാൻ താല്പര്യമില്ലാതെ നിങ്ങൾ ഈ വീഡിയോ കാണുകയും ചെയ്യും. നിങ്ങൾ എന്നിട്ട് കമൻറ്റ് വന്ന് പറയും, ചേട്ടാ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നു, അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഈ ഉറക്കം വരുന്നത് നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ 2-3 കമൻറ്റിൽ കണ്ടായിരുന്നു, ചേട്ടാ പഠിക്കുവാനിരിക്കുമ്പോൾ മാത്രം എനിക്ക് ഉറക്കം വരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നത്? ബാക്കിയുള്ള സമയം നമ്മളിപ്പോൾ ഒരു ഫോണിൽ നോക്കുകയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മളിപ്പോൾ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഉറങ്ങത്തില്ല. നമുക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ രാത്രി 3-4 മണി വരെയൊക്കെ ഇരുന്ന് മൊബൈൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് 4 മണിയായിട്ടും ഉറക്കം വരാത്തത്? പക്ഷേ നിങ്ങൾ പഠിക്കുവാനിരിക്കുമ്പോൾ ഒരു 10 മണിക്ക് നിങ്ങൾ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 10:30 ആകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും അല്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങൾ അതിലോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കത്തില്ല, എനിക്കിനി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളായിട്ട് തന്നെ അതിനുള്ള മെമ്മറി പവർ ഇല്ല, നമുക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ നമ്മളുടെ ബ്രെയിനിലോട്ട് നമ്മൾ കുറേ ഇമാജിനേഷൻ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് പഠിക്കുവാനിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് മൊബൈൽ കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ കളിച്ചു നോക്കാം, അല്ലെങ്കിൽ മൊബൈലിലോട്ട് നോക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ താല്പര്യമില്ലാതെ നമ്മൾ മൊബൈലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. എന്ത് കാര്യത്തിനോടാണോ ഇൻട്രസ്റ്റ് അത് നമ്മൾ ഇൻട്രസ്റ്റോടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഉറക്കം വരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പഠിക്കുവാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി ടൈമിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നു എങ്കിൽ അതിന് മെയിൻ കാരണം നിങ്ങൾ അതിനോട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇൻട്രസ്റ്റ് അതിനോട് കൊടുക്കുക. അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഫുൾ A+ വാങ്ങിച്ച് നിങ്ങളുടെ ഫോട്ടോ ഫ്ലെക്സ് ഒക്കെ അടിച്ച് നിങ്ങളുടെ ആ ഒരു നാട്ടിൽ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ വയ്ക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ അതിൽ 1ാമത് വരികയും 10 A+ എന്നും പറഞ്ഞ് എഴുതി കാണിക്കണം. ആ ഒരു ഫീലൊക്കെ വേറെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തിങ്ക് ചെയ്യുക. ഇപ്പോൾ പ്ലസ് 2 ലെവലിലുള്ളവരാണെങ്കിൽ പ്ലസ് 2-ലും നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോ ഒക്കെ അടിച്ച് വയ്ക്കും അല്ലേ? അപ്പോൾ പ്ലസ് 2-ൽ എൻ്റെ ഫോട്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലസ് 2-ലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഫോട്ടോ വയ്ക്കും. അതുപോലെ തന്നെ നാട്ടിലെല്ലാവർക്കും ഭയങ്കര അഭിപ്രായങ്ങളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പഠിക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ അത്രയും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും കളിയാക്കി നടന്നവർ നമ്മൾ നല്ല മാർക്ക് വാങ്ങി പാസ്സാകുമ്പോഴേക്കും നമ്മളെ അംഗീകരിക്കുന്ന ആ ഒരു ഡേ ഉണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു ഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പവർഫുൾ ഡേ ആണ്. നിങ്ങൾ ഇതൊക്കെ ഇമാജിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ആദ്യമായി ഇൻട്രസ്റ്റ് കൊണ്ടുവരിക, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പഠിക്കുവാൻ വേണ്ടി നല്ല നല്ല പ്ലേസുകൾ കണ്ടെത്തുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര നോയ്സ് ആയിട്ടുള്ളിടത്തോ അല്ലെങ്കിൽ വീട്ടുകാർ പാചകം ചെയ്യണം അവിടെ ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കാതെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളതും വളരെ ബ്യൂട്ടിഫുള്ളായി കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ
പഠിക്കുന്നതിലൂടെ നമ്മളുടെ മൈൻഡ് റീഫ്രഷ് ആവുകയും നമ്മളുടെ മൈൻഡിലോട്ട് ആ ഒരു സ്റ്റഡി ചെയ്യുന്ന കാര്യം ഇങ്ങനെ നമ്മളുടെ ഒരു സറൗണ്ടിങ്ങിൽ തന്നെ നിൽക്കും. വേറെ ഒരു സൗണ്ടും ഇല്ലാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ ആ ഒരു ചുറ്റുപാടിൽ തന്നെ ഒരു പുതിയ യൂണിവേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. സോ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഒരു ഗുഡ് പ്ലേസ് കണ്ടെത്തുക. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഗുഡ് പ്ലേസ് ഇല്ല എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചേട്ടാ എൻ്റെ വീട് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് അങ്ങനെ ഒരു ഗുഡ് പ്ലേസ് കണ്ടെത്താൻ സാധിക്കത്തില്ല. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ തന്നെ ഈ ഗുഡ് പ്ലേസ് ഉള്ളവരായാലും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മാക്സിമം ഈ അതിരാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഈ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാട് മൊത്തം സൈലൻ്റ് ആണ്. സോ നമ്മൾ എത്രത്തോളം വായിച്ച് പഠിക്കുന്നു അത് അത്രത്തോളം നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ അതിപ്പോൾ ഏത് കോഴ്സ് പഠിക്കുന്നവരായാലും, അതിപ്പോൾ 10ാം ക്ലാസ് ആയാലും +2 ആയാലും +1 ആയാലും ഡിഗ്രി ലെവലായാലും ഏത് ലെവലായാലും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള പഠിക്കുവാൻ താല്പര്യമുള്ള ഒരു നല്ല സുഹൃത്തിനെ കണ്ടെത്തുക. അതിപ്പോൾ വീട്ടിനടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു നല്ല പഠിക്കുവാൻ താല്പര്യം, നിങ്ങൾ പഠിക്കുവാൻ വിളിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ കണ്ടെത്തുക. ബിക്കം എ ഗുഡ് ഫ്രണ്ട്, ഒരു നല്ലൊരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടെത്തുക. സോ ആ ഫ്രണ്ടിനെ കണ്ടെത്തിയതിന് ശേഷം ഫ്രണ്ടിനോടൊപ്പം നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പോൾ ഒരു ഫ്രണ്ടോ ആവാം, അല്ലെങ്കിൽ ഒരു 3-4 ഫ്രണ്ട്സോ എത്രയോ ആവട്ടെ, പക്ഷെ അതിൽ ഒരാൾ പോലും പഠിക്കുവാൻ താല്പര്യമില്ലാത്ത ഒരാളെ പോലും നിങ്ങൾ അതിലെടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റാണ്, പഠിക്കുവാനുള്ള ഇൻട്രസ്റ്റേ കുറയത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു വൈറ്റ് ഡെസ്ക് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഞാൻ ഇത്രയും ഈ ഒരു ചെറിയ സർക്കിളിൽ ഞാൻ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ അത്ര ഭംഗി കാണും. പക്ഷെ വൈറ്റിന് സ്പേസ് ആണെങ്കിൽ നല്ല വലുതാ, എന്നാലും ഇവിടെ ഒരു ചെറിയൊരു വേസ്റ്റ് ഇരുന്നാൽ അത് നമുക്ക് കാണുവാൻ ഭംഗി ഉണ്ടാകത്തില്ല. ഇതുപോലെയാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ കുറേ പേരെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരാളെങ്കിലും പഠിക്കുവാൻ താല്പര്യമില്ലാത്ത ഒരാൾ അതിൽ കയറി വന്നാൽ ബാക്കിയുള്ളവരും പഠിക്കാതാവേ ഉള്ളൂ. സോ നിങ്ങൾ മാക്സിമം പഠിക്കുവാൻ വേണ്ടി താല്പര്യമുള്ളവരെ നിങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോ ടോപ്പിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും അല്ല, നിങ്ങൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 17-ാം തീയതി മോഡൽ എക്സാം തുടങ്ങാൻ ചാൻസ് ഉണ്ട്. 10ാം ക്ലാസ്സിനും +2നും ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി അധികം ടൈമില്ല, മാക്സിമം നിങ്ങൾ ലീവ് എടുത്തായാലും നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എക്സാം എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിപ്പിക്കും. സോ നിങ്ങൾ മാക്സിമം ലീവ് എടുത്ത് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടി നോക്കുക. അതിനുവേണ്ടി നിങ്ങൾ ലീവ് എടുക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വം ലീവ് എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കരുത്. സോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ കേട്ട് പഠിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ലീവ് എടുത്തിരുന്ന് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഗ്രൂപ്പായിട്ടിരുന്ന് നിങ്ങൾ പഠിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലീവ് എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് പഠിക്കുവാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി പഠിക്കുക. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. സോ അപ്പോൾ അത് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് വേണോ പഠിക്കാം. എന്നിട്ട് നിങ്ങൾ ഓരോ മണിക്കൂറും നിങ്ങൾ തന്നെ ടീച്ചറാവുക. നിങ്ങളിലുള്ള ഓരോരുത്തരെയും നിങ്ങൾ ടീച്ചറായിട്ട് തന്നെ കാണുക. എന്നിട്ട് അവർക്ക് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് അതിനെ പഠിപ്പിക്കാൻ പറയുക, അത് നിങ്ങൾ കേൾക്കുക. സോ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ടോപ്പിക്ക് വെച്ച് കവറാവും. സോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് പഠിക്കുന്നവർക്കും അതുപോലെ ഇത് പഠിപ്പിക്കുന്നവർക്കും ബെനിഫിറ്റ് ആണ്. സോ നിങ്ങളിപ്പോൾ 5 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 5 പേരും ഓരോ ടോപ്പിക്ക് വെച്ച് ഡിവൈഡ് ചെയ്ത് അത് നിങ്ങൾ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് പഠിപ്പിക്കുക. അപ്പോൾ അത് നിങ്ങൾക്കും ഭയങ്കര ഉപയോഗമാണ്. അതുപോലെ തന്നെ ഈ നിങ്ങൾ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളില്ലേ, അവർക്കും ഭയങ്കര ഉപയോഗമുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ തന്നെ ടീച്ചർ ആവുക, നിങ്ങൾ തന്നെ ഒരു നല്ല സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ പഠിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്നതാണ് നമ്മളെ ബോറടിക്കാതെ പഠിക്കുവാൻ സഹായിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ചിലവർക്ക് 2-3 പ്രാവശ്യം വായിക്കണം, ചിലർക്ക് എഴുതി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ് ഈ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്ന് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എങ്കിൽ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വായിച്ച് പഠിക്കുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കാതെ പഠിക്കുവാനുള്ള നിങ്ങളുടെ തന്നെ ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ആ സ്റ്റൈലിൽ നിങ്ങൾ പഠിക്കുക. എഴുതി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം എഴുതി തന്നെ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പഠിക്കുവാനൊക്കെ ഇരിക്കുന്നതിന് മുമ്പേ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്തിനു വേണ്ടി പഠിക്കണം എന്നൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ ഗോൾ സെറ്റ് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ, എങ്കിലേ നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം വേണം പഠിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിച്ചതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് പേപ്പർ ചെയ്യുക. നിങ്ങൾ ഏത് കാര്യമാണോ പഠിച്ചത് അതിനെക്കുറിച്ചുള്ള
എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്കത് പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചെന്നാണ്. സോ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ 2019 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. സോ ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന കാര്യം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ടീച്ചറിൻ്റെ നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെയും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് യൂട്യൂബിൽ നോക്കുക. അങ്ങനെയും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ടഫായിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ് നിങ്ങൾ യൂട്യൂബിൽ അടിക്കുക. എന്നിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ കുറേ വിഷ്വൽസ് കുറേ ഇമേജസ് ഫോമായി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വിഷ്വലൈസ് നിങ്ങൾ ഇങ്ങനെ തലയിലോട്ട് കൊണ്ടുവരിക. സോ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അത് ഒരു ഈസി മാർഗമാണ് പഠിക്കാൻ വേണ്ടി. ഈ യൂട്യൂബോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സോഷ്യൽ മീഡിയകൾ വഴി, എനിക്ക് തോന്നുന്നു മാക്സിമം യൂട്യൂബാണ് നല്ലത്. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ യൂട്യൂബിൽ അടിക്കുക, എന്നിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു ഈസി ആയിട്ടുള്ള മാർഗമാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയും സ്റ്റഡീനെ കുറിച്ച് തന്നെ പറയുന്നത്, അതിന് ഞാൻ പുതിയ ടിപ്പുകൾ കണ്ടുപിടിച്ച് ഞാൻ വരുന്നതായിരിക്കും. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ പോയിന്റ്സ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്യാം. സോ അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ ഈ സ്റ്റഡീനെ കുറിച്ചും അതുപോലെ തന്നെ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നതിനെ കുറിച്ചും കുറേ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മെൻ്റൽ പവറിനെ ഹെൽത്ത് ആക്കുക. സോ നിങ്ങൾ മാക്സിമം പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി അധിക ടൈമില്ല. സോ നിങ്ങൾ മാക്സിമം പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഉറക്കം വരുന്നവർക്ക് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കുക, ലൈഫ് നോക്കുക, ഹെൽത്ത് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.